ഹായ് മക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജലവും മണ്ണും എന്ന ഭാഗമാണ്. ഈ പാഠഭാഗത്തിലെ ജലം പാർട്ട് 1 വീഡിയോ ആയിട്ടും മണ്ണ് പാർട്ട് 2 വീഡിയോ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ജലം എന്താണെന്ന് മക്കൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മൾ സാധാരണയായി പറയുന്ന വെള്ളം. പിന്നെ പാഠഭാഗത്തിൽ നോക്ക്, അവിടെ ഒരു കവിതയാണ് കാണുന്നത്. അത് കവിത ചൊല്ലിക്കൊണ്ടാണ് പാഠം തുടങ്ങുന്നത്. നമുക്കൊന്ന് കവിത ചൊല്ലി നോക്കാം. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യ ചെറുമഴ ചാറി. കുട്ടനും കൂട്ടരും അല്ലേ, കുട്ടനും അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി കളിക്കാൻ തുടങ്ങി. അപ്പോഴതാ ചെറുമഴ ചാറി തുടങ്ങില്ലേ. മാനമിരുണ്ടു വെള്ളിടി പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി. മാനമിരുണ്ടു വന്നു വെള്ളിടി പാറി അല്ലേ, വെള്ളിടി പാറി വെച്ചാൽ ഇടിമിന്നലൊക്കെ വന്നു. അങ്ങനെ കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി. മഴ പെയ്താൽ പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടി. ചെറുമഴ പുതുമഴ കലപിലമേളം, ആ മഴ പിന്നെ പെരുമഴയായി. ചെറുതായിട്ട് പെയ്ത ആ മഴ എന്തായി? പിന്നെ വലിയ മഴയായിട്ട് പെയ്യാൻ തുടങ്ങി അല്ലേ. ചെറിയ തുള്ളികളായിട്ടാണ് അത് തുടങ്ങിയത്. പുതുമഴ അല്ലേ, പുതുമഴ എന്ന് പ്രത്യേകം പറയുന്നത്. പുതുമഴ പിന്നെ എന്തായി? വലിയ ശബ്ദവും ഇതൊക്കെ ആയിട്ട് വലിയ മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടാർക്കൊപ്പം കൂടി ആർത്തു തിമിർത്തു തകതിമിത്തു. അപ്പം പെരുമഴയെല്ലാം മാറി, മഴ പെയ്ത് കുറച്ച് മഴയൊക്കെ പെയ്ത് പെരുമഴയൊക്കെ മാറി കാർമുകിലൊക്കെ നീങ്ങി. കാർമുകിൽ എന്ന് വെച്ചാൽ മേഘങ്ങളൊക്കെ ഒന്ന് മാറി. പിന്നെ അപ്പം എന്തായി? മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു. അപ്പം മഴ പെയ്തപ്പോൾ എന്തായി? മണ്ണ് നല്ലതായിട്ട് നനഞ്ഞ് കുളിർത്തു. പൂക്കൾക്കൊക്കെ ഒരു സന്തോഷമായി അല്ലേ. പുതുമഴയല്ലേ പെയ്തപ്പം പൂക്കളൊക്കെ ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ചു. അത് മഴയൊക്കെ പോയപ്പോൾ എന്തായി? കുട്ടൻ കൂട്ടുകാർക്കൊപ്പം വീണ്ടും ആർത്തു തിമിർത്ത് കളിക്കാൻ പോയി അല്ലേ. അപ്പോൾ നല്ല സന്തോഷമായി. ആദ്യത്തേനെക്കാട്ട് കൂടുതൽ സന്തോഷത്തോടു കൂടി അവർ കളിക്കാൻ പോയി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് ഒരു വലിയൊരു മരമുണ്ട്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മരം. പിന്നെ ഒരു കിളി, പൂമ്പാറ്റ, പുൽച്ചെടികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആ മരം സന്തോഷത്തോടു കൂടി പറഞ്ഞു. പിന്നെ അടുത്ത കിളി, മരപ്പൊത്തിലൊരു കിളിയുണ്ട്. മരപ്പൊത്ത് എന്ന് പറഞ്ഞാലും മരത്തിൻ്റെ ഒരു കുഴിയില്ല, അവിടെ ഉണ്ടാകുന്ന ആണ്. അവിടെ കിളി ഉണ്ട്. അപ്പോൾ കിളി പറയാണ്, ഞാനീ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പ്. അപ്പോൾ പുൽച്ചെടി പറയുക, മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും. അപ്പം മഴ കൊണ്ടപ്പോൾ എല്ലാവരുടെയും സന്തോഷം ആണ് കാണിക്കുന്നത്. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാകുന്നത് അറിയോ? നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ. നീർച്ചാലുകൾ രൂപപ്പെടുന്നു, ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു, കിണർ, കുളം, തടാകം, വയൽ, നദി എന്നിവയിലെല്ലാം ജലം നിറയുന്നു, പരിസരത്ത് തണുപ്പനുഭവപ്പെടുന്നു, പിന്നെ മണ്ണ് നനയുന്നു. നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിലൊന്ന് എഴുതി നോക്കൂ ഇതെല്ലാം. പിന്നെ അടുത്ത്, നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? നമ്മുടെ പ്രദേശത്ത് എപ്പോഴും മഴ ലഭിക്കാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ, എപ്പോഴും മഴ ലഭിക്കാറില്ല. മഴ ലഭിക്കുന്ന കുറച്ച് മാസങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ. ഇത്രയും മാസങ്ങളിലാണ് നമുക്ക് മഴ നന്നായിട്ട് ലഭിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ അല്ലേ. അവിടെ കണ്ടില്ലേ തലക്കെട്ടുകൾ നോക്കൂ. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ് അല്ലേ. അങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ? മഴ അളക്കാൻ കഴിയും അല്ലേ. മഴ അളക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ആ വ്യത്യാസം അവിടെ പറഞ്ഞത്. തിരുവനന്തപുരത്ത് കുറവും കോഴിക്കോട് കൂടുതലും അല്ലേ. അപ്പോൾ നോക്കിയേ, മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ? മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ അല്ലേ. മഴ അളക്കാനുള്ള ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മഴമാപിനി, മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. ഇതെങ്ങനെ നിർമ്മിക്കാം? ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില്ലുകുപ്പി, ഫണൽ
അല്ലെങ്കിൽ ചോർപ്പ്. സ്കെയിൽ എങ്ങനെയാണ് നിർമ്മിക്കുക? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ചു വെക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ചു വെക്കുക. ഓരോ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് കൂട്ടുകാരൊന്നിച്ച് മഴപാമ്പിനെ നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴ അളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ അതിൽ പട്ടികയിൽ അങ്ങനെ തീയതി, ലഭിച്ച മഴ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ദിവസങ്ങളിലാണ് മഴ ലഭിച്ചതെന്നുള്ള തീയതി എഴുതുക. എത്ര മഴ ലഭിച്ചു എന്നുള്ളതും ആ താഴത്തെ കള്ളികളിൽ എഴുതുക. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ മക്കൾ രേഖപ്പെടുത്തണേ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ദിവസമാണ്, ഏറ്റവും കുറവെന്നാണ്, തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തണം കേട്ടോ. എനിക്കും ഒരു മഴപാമ്പിനെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി മക്കൾ എന്താക്കണം, കണ്ടെത്തലുകളൊക്കെ ഒന്ന് അവതരിപ്പിച്ച് നോക്കണേ. മഴവെള്ളം എവിടേക്ക്? മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? മണ്ണിലേക്ക് അല്ലേ? മണ്ണിലേക്കാണ് മഴവെള്ളം പോകുന്നത്. നമുക്കൊരു പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അതിലൊരു ചിത്രത്തിൽ ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്തൊരു വശത്ത് ദ്വാരമിട്ട ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. മറ്റേ ചിത്രങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, സൂചി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ്, ആദ്യം കാണിച്ച ചിത്രത്തിലേക്ക് രണ്ടാമത്തെ ചിത്രത്തിലെ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് മഴ പെയ്യിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? മണ്ണ് നനയുന്നത് കാണാം അല്ലേ? മണ്ണ് നനഞ്ഞ് മഴവെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാം. അപ്പോൾ അതിൽ കാണാം അവസാനം ഈ കുപ്പിയിൽ ധാരമിട്ട ആ ഭാഗത്തുകൂടെ വെള്ളം അടിയിലോട്ട് വരും, താഴേക്ക് ഉറ്റി വരുന്നത് വരെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ആ പ്രവർത്തനം ചെയ്യേണ്ടത്. ഈ കണ്ടെത്തലുകളൊക്കെ മക്കൾ പരിസര പഠന പുസ്തകത്തിലൊക്കെ ഒന്ന് എഴുതി നോക്കുക. പിന്നെ അതിൻ്റെ ചിത്രവും വരയ്ക്കുക. ജലസ്രോതസ്സുകൾ. മക്കൾ നോക്കിക്കേ, ചിത്രം കണ്ടില്ലേ? അപ്പോൾ ചിത്രത്തിൽ 3 കുട്ടികൾ സംസാരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. അപ്പം മറ്റേ കുട്ടി പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ്, അതിലെത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. അപ്പം മൂന്നാമത്തെ കുട്ടി പറയാണ്, തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്രോതസ്സുകൾ വഴിയാണ് ജലം ലഭിക്കുന്നത്. മക്കളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് മക്കളുടെ പുസ്തകത്തിലൊന്ന് എഴുതണേ. നമുക്കിനി അടുത്ത് നോക്കാം. സുരംഗയും കേണിയും. ഇപ്പോൾ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് സുരംഗയാണ്, ഒന്ന് കേണിയാണ്. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകൾ ഉള്ളത്. അപ്പോൾ സുരംഗ ഉള്ളത് എവിടെയാണ്? ഒന്ന് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും ഒന്ന് നമ്മുടെ അന്യസംസ്ഥാനമായ കർണാടകത്തിലുമാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് കേണിയാണ്. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുറന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കേണികൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. കേരളത്തിലെ ചില ആദിവാസി വിഭാഗങ്ങളാണ് കേണികൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് രണ്ടും ജലസ്രോതസ്സുകളായിട്ടാണ് പറയുന്നത്, സുരംഗയും കേണിയും. ജീവജലം. ചിത്രം കണ്ടില്ലേ മക്കളെ? നിറയെ ജീവികളുണ്ട് അല്ലേ? ഇത് നദിക്കരയിൽ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? ഒരു പട്ടിക തന്നിട്ടുണ്ട്, നമുക്കത് പൂർത്തിയാക്കാം അല്ലേ? മീൻ കുടിക്കാനും ജീവിക്കാനും, ആന കുടിക്കാനും കുളിക്കാനും, മാൻ കുടിക്കാനും കുളിക്കാനും, കൊക്ക് കുടിക്കാൻ, വെള്ളത്തിലെ ജീവികളെ കഴിക്കാൻ, കടുവ കുടിക്കാൻ, മുതല കുടിക്കാനും കുളിക്കാനും. നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇനി ജലം ഉപയോഗിക്കുന്നത് അറിയണ്ടേ? കുടിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, കുളിക്കാൻ, കൃഷി ആവശ്യത്തിന്, വളർത്തുജീവികളെ കുളിപ്പിക്കാൻ, അലക്കാൻ, പാത്രം കഴുകാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ അധികമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഈ ചിത്രം നോക്കൂ മക്കളെ. ഇതിലെന്താണ് നമ്മൾ കാണുന്നത്? മരങ്ങളിൽ ഒന്നും ഇലയൊന്നുമില്ല അല്ലേ? ആളുകളെല്ലാം വെള്ളത്തിൻ്റെ ടാപ്പിന് മുന്നിൽ വരിവരിയായി നിൽക്കുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ആവശ്യത്തിന് ജലമില്ലാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? എന്തൊക്കെയാണ് സംഭവിക്കുക? നമുക്കൊന്ന് നോക്കാം. മനുഷ്യർക്കും ജീവികൾക്കും ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല.
ഭൂമിയിൽ വരൾച്ച അനുഭവപ്പെടും. കുടിക്കാനും കുളിക്കാനും പാകം ചെയ്യാനും കുളിക്കാനും കൃഷി ചെയ്യാനും പറ്റില്ല. സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടും. ചെടികൾ മരങ്ങൾ എല്ലാം ഉണങ്ങിപ്പോകും അല്ലേ? അങ്ങനെ എല്ലാം നശിച്ചു പോകും. മനുഷ്യർക്കും ജീവികൾക്കും മരണം വരെ സംഭവിക്കും. അപ്പം വെള്ളമില്ലാതായാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെല്ലാവരും നേരിടുക അല്ലേ? മരങ്ങളായാലും ചെടികളായാലും മനുഷ്യരായാലും മറ്റ് ജീവികൾക്കെല്ലാം വെള്ളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പാഴാക്കരുതേ. ഈ ചിത്രം കണ്ടില്ലേ? സാധാരണ പത്രങ്ങളിലൊക്കെ വരുന്നൊരു വാർത്തയാണിത്. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. ഇങ്ങനെ പൈപ്പ് പൊട്ടി പലയിടങ്ങളിലായി എത്ര വെള്ളമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ജലം പാഴായി പോകുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടും ഓഫ് ചെയ്യാതിരിക്കുന്നത്. നിത്യേനയുള്ള ആവശ്യങ്ങൾക്കായി അമിതമായുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം. ചെടികൾക്ക് അമിതമായി വെള്ളം ഒഴിക്കുന്നത്. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്. വീട്ടാവശ്യങ്ങൾക്ക് മിതമായ രീതിയിൽ വെള്ളം ഉപയോഗിക്കുക. കൃഷിക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. വെള്ളം ഉപയോഗിച്ചുള്ള കളികൾ ഒഴിവാക്കുക. പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളം നഷ്ടപ്പെടാതെ ഇരിക്കാൻ നമുക്ക് കഴിയും. നന്നായി മഴ ലഭിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം നമ്മൾ ജലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്ഷാമം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ജലശുദ്ധീകരണം. ജലം ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മണ്ണിൽ വീണ് കലങ്ങിയ വെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കിയാലോ. മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. കലക്കവെള്ളത്തെ തെളിനീരാക്കാം. നമ്മുടെ കിണറിൽ ശുദ്ധജലം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് നമ്മൾ ആരും ഒന്നും തന്നെ ചെയ്യാതെ സംഭവിക്കുന്നതാണ്. ഇനി കലക്കവെള്ളത്തെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് 3 ചിരട്ടകൾ വേണം. എന്നിട്ട് ഓരോന്നിലും ദ്വാരമിടണം. ദ്വാരമിട്ട ഭാഗത്ത് തുണിയോ പഞ്ഞിയോ വെക്കുക. ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളായി നിറയ്ക്കുക. എന്നിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ചിരട്ടകൾ ഗ്ലാസിനു മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിക്കുക. ഇനി മുകളിലെ ചിരട്ടിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കൂ. ഈ പരീക്ഷണം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കണ്ടില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ 3 ചിരട്ടകൾ ഉണ്ട്. അതിൽ ചരൽ, മണൽ, ചിരട്ടക്കരി എല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുസ്തകത്തിലെ ചിത്രത്തിൽ കണ്ടതുപോലെ ഈ ചിരട്ടകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കാം. ആദ്യം ചിരട്ടക്കരി, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ മണൽ, പിന്നെ അതിൻ്റെ മുകളിൽ ചരൽ. ഇനി ഞാൻ ഇതിലേക്ക് കലങ്ങിയ വെള്ളം ഒഴിക്കുകയാണേ. കണ്ടില്ലേ? കലങ്ങിയ വെള്ളമാണ് ഒഴിക്കുന്നത്. സൂക്ഷിച്ചു നോക്കൂ. ഗ്ലാസ്സിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ നിറം മാറിയത് കണ്ടില്ലേ? വെള്ളം തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ? എങ്ങനെയാണിത് സംഭവിച്ചത്? കലങ്ങിയ വെള്ളത്തിലെ ഖരമാലിന്യങ്ങൾ ഓരോ ചിരട്ടയിലൂടെയും കടന്നു പോകുമ്പോൾ അരിച്ചു മാറ്റപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പരീക്ഷണത്തിൻ്റെ പൂർണ്ണ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലളിതമായ രീതിയിലുള്ള ജലശുദ്ധീകരണമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലത്തിലുള്ള നമുക്ക് ദോഷം ചെയ്യുന്ന സൂക്ഷ്മജീവികൾ നശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കരുത്. അതിനായി ഈ വെള്ളം വീണ്ടും മറ്റ് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതേ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത്. ഇത് ചിത്രം കണ്ടില്ലേ മക്കള്? അല്ലേ? ആശുപത്രികളിൽ, സ്കൂളുകളിലൊക്കെ ഇങ്ങനെ വെള്ളം വെക്കാറുണ്ട് അല്ലേ? കുടിക്കാനായിട്ട്. ഇവിടെ മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധജല ക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊതുജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ മനസ്സിലാക്കി വെക്കണേ.
അപ്പം ജലവും മണ്ണും എന്ന പാഠഭാഗത്തിൽ ജലം പാർട്ട് 1 ജലം എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പാർട്ട് 2 മണ്ണ് എന്നുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മണ്ണ് എന്നുള്ള ഭാഗം പഠിക്കാം.